ഹലോ, ഇന്ന് ദുരന്ത നിവാരണത്തെക്കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സാണ് ഞാൻ ഇവിടെ പറയുന്നത്. നോക്കാം. രാജ്യത്ത് ദുരന്ത നിവാരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പഞ്ചവത്സര പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. ദുരന്ത നിവാരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ധനകാര്യ വകുപ്പ് 12ാം ധനകാര്യ വകുപ്പ്. രാജ്യത്ത് പാർലമെൻറ്റ് ദുരന്ത നിവാരണം പാസാക്കിയ വർഷം 2010. രാജ്യത്ത് ദുരന്ത നിവാരണ പ്ലാൻ നിലവിൽ വന്ന വർഷം 2016. രാജ്യത്തെ ദുരന്ത നിവാരണ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. 2005 ഡിസംബർ 23. 2025 ഡിസംബർ 23 APJ അബ്ദുൽ കലാം രാജ്യത്ത് ദുരന്ത നിവാരണ നിയമത്തിൽ ഒപ്പുവെച്ചത്. നിയമം ഗസറ്റ് വിജ്ഞാപനം ചെയ്ത വർഷം 2005 ഡിസംബർ 26. ഈ നിയമം ഗസറ്റിൽ വിജ്ഞാപനം ചെയ്തത് 2005 ഡിസംബർ 26. സ്റ്റാറ്റ്യൂട്ടറി അധികാരം ലഭിച്ച വർഷം 2006 സെപ്റ്റംബർ 27. കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ന്യൂഡൽഹി. അതിൻ്റെ കാലാവധി 5 വർഷം. കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ആകെ 10 മെമ്പർമാരാണ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത്. അതിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രി, വൈസ് ചെയർമാൻ ആഭ്യന്തരമന്ത്രി. 5 പ്രവർത്തന ഘട്ടങ്ങളാണ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ളത്. 1. നയവും പദ്ധതി രൂപീകരണവും. 2. ആശയവിനിമയം. 3. ലഘൂകരണം. 4. വിവര സാങ്കേതികം. 5. ഭരണവും ധനകാര്യവും. 5 പ്രവർത്തന ഘട്ടങ്ങളാണ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിക്കുള്ളത്. 1. നയവും പദ്ധതി രൂപീകരണവും. 2. ആശയവിനിമയം. 3. ലഘൂകരണം. 4. വിവര സാങ്കേതികം. 5. ഭരണവും ധനകാര്യവും. ഇനി കേരളത്തിൻ്റെ ദുരന്ത നിവാരണ അതോറിറ്റിനെ കുറിച്ചാണ് ബാക്കി ഇനി പറയാനുള്ളത്. അത് അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.